Hi everyone, welcome back to Study Blogs and Tips. ഞാൻ റോഷ്നി. നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസിക്കൽ ഡാൻസസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അതായിട്ട് പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് ക്ലാസിക്കൽ ഡാൻസസിൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 1 കണ്ടിട്ട് സെക്കൻഡ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി വെച്ചത് 3 ക്ലാസിക്കൽ ഡാൻസാണ് നോക്കിയത് കേട്ടോ. ഭരതനാട്യം നോക്കിയിരുന്നു, അതുപോലെ മോഹിനിയാട്ടം നോക്കിയിരുന്നു, കുച്ചിപ്പുടി നോക്കിയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കഥകളി മുതലാണ് അല്ലേ. കഥകളി കേരളയിലാണ്, അതുപോലെ സത്രിയ ആസമിലാണ്, അതുപോലെ തന്നെ മണിപ്പൂരാണ്, ഒഡീസി ഒഡീഷ, കഥക് ഉത്തർപ്രദേശ്. ഈ 5 ഡാൻസസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കഥകളി തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആ ഫസ്റ്റ് 3 ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഥകളി സ്റ്റാർട്ട് ചെയ്യാം. കഥകളി നോക്കിക്കേ, ഏത് സ്റ്റേറ്റിലാണ് കഥകളി? കേരളയിലാണ് അല്ലേ കഥകളി. കഥകളി മാത്രമാണോ കേരളയ്ക്കുള്ളത്? അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥകളി മാത്രമല്ല മോഹിനിയാട്ടം കേരളയിലെ ഡാൻസാണ്. കണ്ടോ, നമ്മൾ സെക്കൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മോഹിനിയാട്ടമാണല്ലോ. മോഹിനിയാട്ടം കേരളയിലാണ്, അതുപോലെ 2 ഡാൻസ് ഉണ്ട് പ്ലസ് കഥകളി കേട്ടോ. അപ്പോൾ കഥകളി കേരളയിലെ ഡാൻസ് ആണ്. ഓക്കെ, 5 ടൈപ്സ് ആണ് നമ്മുടെ കഥകളിയിലുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ് കേട്ടോ. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഇത് നമ്മുടെ കഥകളിയിലുള്ള വേർഡ്സ് ആണ്, ടൈപ്പുകളാണ് കേട്ടോ. അതായത് പച്ച വേഷത്തിൽ കഥകളി കളിക്കുന്നുണ്ട്, അതുപോലെ കത്തി വേഷത്തിൽ കളിക്കുന്നുണ്ട്, താടി വേഷം, കരി, മിനുക്ക് പറഞ്ഞ സ്ത്രീ വേഷമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതായത് ഓരോ കഥയിലും ഓരോരോ വേഷങ്ങളില്ലേ. ഇപ്പൊ നമ്മള് നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, പോസിറ്റീവ് ക്യാരക്ടേഴ്സ്, അങ്ങനെ വരുന്നതാണ് ഈ ഒരു 5 ടൈപ്പുകൾ. ഓക്കെ, കഥകളിലെ വേഷങ്ങളാണ്. നമുക്ക് മനസ്സിലാവുമല്ലോ എന്ത് വേഷമാണുള്ളത്. അതിൽ വെച്ചാണ് ഈ 5 പേരുകൾ. അപ്പോൾ ഈ പേരുകളൊന്നും നോട്ട് ചെയ്ത് വയ്ക്കുക. അതെന്താണെന്ന് ചോദിക്കത്തില്ല, പേരുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ കലാമണ്ഡലം ഗോപി, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഥകളി ആർട്ടിസ്റ്റാണ് കലാമണ്ഡലം ഗോപി. അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ശിവരാമൻ. പിന്നെ ആരാണ്? കാവുങ്കൽ ചാത്തുണ്ണി പണിക്കർ ഉണ്ട് കേട്ടോ. കാവുങ്കൽ ചാത്തുണ്ണി പണിക്കർ. പിന്നെ കലാമണ്ഡലം രാമൻകുട്ടി നായർ, അതുപോലെ കുഞ്ഞിക്കുറുപ്പാണ് കേട്ടോ. സ്പെല്ലിംഗ് ആണ് കുഞ്ചിക്കുറുപ്പ് എന്ന് പറയാം. ഗോപിനാഥ്, അതുപോലെ PV ബാലകൃഷ്ണൻ, മിലേന സാൽമനി. ഇത്രയും പേരെന്താണ് കഥകളി പെർഫോം ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക, പേരുകൾ എഴുതിയെടുത്ത് പഠിക്കാം. നമുക്കത് മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ, എന്തൊക്കെയാണ് ആരൊക്കെയാണ് കഥകളി പെർഫോം ചെയ്യുന്നത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം കലാമണ്ഡലം ഗോപി, കോട്ടയ്ക്കൽ ശിവരാമൻ, കാവുങ്കൽ ചാത്തുണ്ണി പണിക്കർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കുഞ്ചിക്കുറുപ്പ്, ഗോപിനാഥ്, PV ബാലകൃഷ്ണൻ, അതുപോലെ ആരാണ്? മിലേന സാൽമനി. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കലാമണ്ഡലം ഗോപി. അവർക്കാണ് എന്ത് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പത്മശ്രീ പഠിക്കണമെന്ന് പറഞ്ഞല്ലേ. പത്മശ്രീ ലഭിച്ചത് കലാമണ്ഡലം ഗോപിക്കാണ് കേട്ടോ. എപ്പോഴാണ് ലഭിച്ചു നോക്കിക്കേ? 2009 ഓക്കെ, 2009 കലാമണ്ഡലം ഗോപിക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സംഗീത നാടക അക്കാദമി അവാർഡ് 1987 ലഭിച്ചതാണ്. ഇവിടെ കാണുന്നില്ലേ? സംഗീത നാടക അക്കാദമി അവാർഡ് 1987 ആർക്ക് ലഭിച്ചത്? കലാമണ്ഡലം ഗോപിക്ക് ലഭിച്ചത്. ഓക്കെ, ആൻഡ് പെർഫോമൻസ് ആണ് കേട്ടോ. കേളികൊട്ട്, തോടയം, പുറപ്പാട്, മേലപ്പാട്, അതുപോലെ തന്നെ തിരുനോക്ക്. ഓക്കെ, ഇത്രയും കഥകളി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ടോപ്പിക്സ് ആണ്, പോയിന്റ്സ് ആണ്. ഓക്കെ, അതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പത്മശ്രീ 2009 ലഭിച്ചത്, അതുപോലെ സംഗീത നാടക അക്കാദമി 1987, കലാമണ്ഡലം ഗോപി. അടുത്തതിലേക്ക് നമുക്ക് പോവാം. മണിപ്പൂരിയാണ്. മണിപ്പൂരി ഡാൻസാണ് മണിപ്പൂരി. ഓക്കെ, മണിപ്പൂരിലെ ഡാൻസാണ് മണിപ്പൂരി. അപ്പോൾ മണിപ്പൂരി ഡാൻസ് നോക്കിക്കേ, ആരാണ്? ഗുരു ബിപിൻ സിംഗ് അല്ലേ. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗുരു ബിപിൻ സിംഗ് ചോദിച്ചിട്ടുണ്ട്. ഗുരു ബിപിൻ സിംഗ്, അതുപോലെ തന്നെ മൈസ്നം അമൂബി സിംഗ്. ഇതുണ്ടാവും. നേരത്തെ നമ്മള് റെഡ്ഡീസ് പഠിച്ചിരുന്നില്ലേ? റെഡ്ഡീസ് ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ റെഡ്ഡീസ് ആരായിരുന്നു എന്ന്? നമ്മുടെ കുച്ചിപ്പുടിയിലാണ് റെഡ്ഡികൾ വരുന്നത് അല്ലേ. അതുപോലെ മണിപ്പൂരിൽ വരുന്നുണ്ട് സിംഗ് കേട്ടോ.
നോക്കിക്കേ, രാജ്കുമാർ സിംഗ്, അജിത് സിംഗ്, അതുപോലെ തന്നെ സൗഗേജാം താൻഡു സിംഗ്, ദിഗ്ബൈജം സാബു സിംഗ്, ചാരു സിജ മാത്തൂർ. കണ്ടോ, ഇതൊക്കെ ഇതിലൊക്കെ സിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ സിംഗ് എന്നുള്ളത് ജസ്റ്റ് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരുപാട് പേരുകൾ പഠിക്കുമ്പോഴേ എക്സാമിന്റെ സമയത്ത് നമുക്ക് അത് ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ അപ്പൊ നിങ്ങളിപ്പോൾ മണിപ്പൂർ നോട്ട് ചെയ്ത് പഠിക്കണം, ഗുരുബിപിൻ സിംഗ്, മൈസ്നാം മൂവി സിംഗ് പഠിക്കുമ്പോൾ ആ പേരൊന്ന് ഇങ്ങനെ കുറച്ച് അകറ്റി പറയുക. പ്ലസ് എന്തുകൂടെ മനസ്സിൽ ഒപ്പം പറയുക, സിംഗുകൾ വരുന്ന ഒരുവിധം എല്ലാം എന്തിലാണ്, മണിപ്പൂരിലാണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ആവും. ഓക്കെ, നമ്മൾ പറഞ്ഞ ദിഗ്ബൈജം ബാബു സിംഗ്, ചാരു സിജ മാത്തൂരാണ്. ഓക്കെ, ഇനി മൈസ്നാം മൂവി സിംഗ് എന്താണ്? സംഗീത നാടക അക്കാദമി അവാർഡ് 1956 അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മശ്രീ 1970 അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇലാം ഇന്ദിരാദേവി. ഓക്കെ, ഇതും കൂടെ ഉണ്ട് കേട്ടോ, അതിൽ അതിവിടെ ആഡ് ചെയ്ത് വിട്ടതാണ്, ഇതുകൂടി ചേർത്ത് പഠിക്കണം കേട്ടോ. അപ്പൊ ഇലാം ഇന്ദിരാദേവി എന്ന് പറയുന്നത് എന്താണ്? മണിപ്പൂർ ഡാൻസർ ആണ്. സംഗീത നാടക അക്കാദമി അവാർഡ് 1969 കിട്ടി, പത്മശ്രീ 1972 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്ര പേരാണ് മണിപ്പൂരി പെർഫോമേഴ്സ്. ആരൊക്കെയാണ്? ഗുരുബിപിൻ സിംഗ്, മൈസ്നാം മൂവി സിംഗ്, രാജ്കുമാർ സിംഗ്, അജിത് സിംഗ്, സൗഗേജാം താൻഡു സിംഗ്, ദിഗ്ബൈജം ബാബു സിംഗ്, ചാരു സിജ മാത്തൂർ. ഇത്രയും പേര് എന്താണ്? ഇത്രയും പേര് നമ്മുടെ മണിപ്പൂരി പെർഫോമൻസ് ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത ഡാൻസിലേക്ക് പോകാം കേട്ടോ. ആറാമത്തെ ഡാൻസ് ആണ് കഥക്. ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ കുറച്ച് വേറെ ഐറ്റംസുകളൊക്കെ പഠിക്കാനുണ്ട്, വേറെ കുറച്ച് കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. കഥക് നോക്കിക്കേ, കഥക് ഉത്തർപ്രദേശിലെ, ഉത്തർപ്രദേശിലെ ഡാൻസ് ആണ് കഥക്. ഓക്കെ, ആദ്യമൊക്കെ ചോദിച്ചിരുന്നത് ഏത് സ്റ്റേറ്റിലെന്നായിരുന്നു. അപ്പൊ അവരൊന്നും ഡീപ്പായിട്ട് എന്ത് ചോദിക്കാൻ തുടങ്ങി, പെർഫോമൻസിനെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. ആ ബിർജു മഹാരാജ് ഒരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയാ, കഥക് പെർഫോം ചെയ്യുന്ന ആളാണ് ബിർജു മഹാരാജ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് രാജേന്ദ്ര കുമാർ ഗംഗനി, പണ്ഡിറ്റ് രാജേന്ദ്ര കുമാർ ഗംഗനി, പിന്നെ സിദ്ധേന്ദ്ര യോഗി, ഓക്കെ, പിന്നെ ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്. 3 മഹാരാജ് കിട്ടിയില്ല. ഇപ്പോൾ ഒരു മഹാരാജ്, ഈ 3 മഹാരാജ്, പിന്നെ ജാനകി പ്രസാദ്, ഈശ്വരി പ്രസാദ് ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ രാജചക്രാധർ സിംഗ്, ഇവിടെ ഒരു സിംഗ് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ പേര് നോട്ട് ചെയ്യുക. രാജചക്രാധർ സിംഗ് എന്താണ്? നമ്മുടെ കഥകാണ് കേട്ടോ, അത് മണിപ്പൂരി അല്ലേ. രാജചക്രാധർ സിംഗ് കഥക് ഡാൻസ് പെർഫോമർ ആണ്. ഓക്കെ, അപ്പൊ പണ്ഡിറ്റ് രാജേന്ദ്ര കുമാർ ഗംഗാനി, സിദ്ധേന്ദ്ര യോഗി, യോഗിക്ക് നമുക്കിപ്പോൾ ഉത്തർപ്രദേശിലാണെന്ന് വിചാരിക്കാം, മനസ്സുകൊണ്ട് വിചാരിക്കാം അങ്ങനെ. പിന്നെ ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്, ജാനകി പ്രസാദ്, ഈശ്വരി പ്രസാദ്, രാജചക്രാധർ സിംഗ്, ഓക്കെ, ബിർജു മഹാരാജ്. ബിർജു മഹാരാജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് കഥക് പെർഫോമേഴ്സ്. ഓക്കെ, അപ്പൊ പേരുകൾ നന്നായി വായിക്കണം, എന്നാലും നമുക്കത് മൈൻഡിലേക്ക് വരുള്ളൂ, കാരണം നമ്മൾ കേൾക്കുന്ന നോർമൽ പേരുകളല്ലല്ലോ. അപ്പൊ ഇതാണ് കഥക് പെർഫോം ചെയ്യുന്ന ആളുകൾ. അടുത്തത് ബിർജു മഹാരാജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എക്സ്പോണന്റ് ഓഫ് ദി ജയ്പൂർ ഘരാന കേട്ടോ. ഇപ്പൊ നടന്ന റീസെന്റ് MDs, ഞാൻ എഴുതിയ MDs ആണെങ്കിൽ പോലും ഘരാനയെ കുറിച്ച് ചോദിച്ചിരുന്നേ. ഘരാനയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് ഘരാനയുടെ എക്സ്പോണൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്താ പറയാ, സ്റ്റാർട്ട് ചെയ്ത ആളുകളായിരിക്കുമല്ലോ, അവരെ കുറിച്ചും അതിലുള്ള മെമ്പേഴ്സിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ച് ഘരാനേസ് എങ്കിലും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആവുന്ന ഘരാനേസ് എന്തായാലും പഠിക്കണം, അതെല്ലാവരും പഠിക്കണം കേട്ടോ. ബിർജു മഹാരാജ് ആണ് എക്സ്പോണന്റ് ഓഫ് ദി ജയ്പൂർ ഘരാന. ജയ്പൂർ ഘരാനയുടെ എക്സ്പോണന്റ് ആണ് ആര്? ബിർജു മഹാരാജ്. അതുപോലെ 1964 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പത്മവിഭൂഷൺ 1986 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1986 പത്മവിഭൂഷൺ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ബിർജു മഹാരാജ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ശംഭു മഹാരാജന് എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ശംഭു മഹാരാജ് നോക്കിക്കേ, ഇത് ഡ്രോയിങ് പറ്റുന്നത് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ശംഭു മഹാരാജ് നോക്കിക്കേ, എക്സ്പോണന്റ് ഓഫ് ദി ലക്നൗ ഘരാന. ഓക്കെ, ലക്നൗ ഘരാനയുടെ എക്സ്പോണന്റ് ആണ് ആര്? ശംഭു മഹാരാജ്. ഈ ഒരു ഉത്തർപ്രദേശിലെ കഥക്കുള്ള ആളുകളാണ് ഘരാനയിലുള്ളത്, ബാക്കി അന്ന് ആരും ഘരാനയിലില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കി പഠിക്കാം. പിന്നെ ഞാൻ ഈ ടോപ്പിക്ക് ഘരാന എന്ന് പറയുന്ന ടോപ്പിക്ക് എക്സ്ട്രാ വീഡിയോ ആയിട്ട് ചെയ്യാവേ, ഘരാനയുടെ ടോപ്പിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കുക, കാരണം നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന പോയിന്റ്സ് ഒക്കെ നന്നായി പഠിക്കുക. കാരണം ഒരു ടോപ്പിക്കായി പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ലതാണ്. ടോപ്പിക് പഠിക്കണം നമ്മൾ എന്തായാലും വാസ്റ്റ് ആയിട്ട് പഠിച്ചു പോകും. പക്ഷെ അങ്ങനെ വാസ്റ്റ് ആയിട്ട് ആവശ്യം ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ പഠിക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം നോക്കുക.
ഓക്കെ. അപ്പൊ ശംഭു മഹാരാജ് പറയുകയാണെങ്കിൽ ലക്നൗ ഘരാനയുടെ എക്സ്പോണന്റ് ആണ്. പിന്നെ പത്മശ്രീ അവാർഡ് 1958, പിന്നെ സംഗീത് നാടക അക്കാദമി അവാർഡ് 1967. കേട്ടോ. ഇതും എന്താണെന്ന് നോക്കി വെക്കാം. ഇനി ലച്ചു മഹാരാജ ഇതിന്റെ എക്സ്പോണന്റ് ആണ്. ജയ്പൂർ ഘരാനയുടെ എക്സ്പോണന്റ് ആണ് ലച്ചു മഹാരാജ്. ലച്ചു മഹാരാജ് ജയ്പൂർ ഘരാനയുടെ എക്സ്പോണന്റ് ആണ്. അതുപോലെ 1957 സംഗീത് നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അടുത്ത ജാനകി പ്രസാദ്. ജാനകി പ്രസാദ് എന്താണ്? ഡാൻസർ ഓഫ് ദി ബനാറസ് ഘരാന. ബനാറസ് ഘരാനയുടെ ഡാൻസർ ആണ് ആര്? ജാനകി പ്രസാദ്. എക്സ്പോണന്റ് അല്ല, എക്സ്പോണന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർമ്മിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ബനാറസ് ഘരാനയുടെ ഡാൻസർ ആണ് ആര്? ജാനകി പ്രസാദ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഈശ്വരി പ്രസാദോ ലക്നൗ ഘരാനയുടെ ഡാൻസർ ആണ്. ലക്നൗ ഘരാനയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ശംഭു മഹാരാജാണ് എക്സ്പോണന്റ്. ലക്നൗ ഘരാന ഇപ്പൊ രണ്ടെണ്ണം വന്നില്ലേ. നോക്കിക്കേ, ഈശ്വരി പ്രസാദും ശംഭു മഹാരാജ് ലക്നൗ ഘരാനയുടെ ആളുകളാണ്. എക്സ്പോണന്റ് ആണ് നമ്മുടെ ശംഭു മഹാരാജ്. ഈശ്വരി പ്രസാദ് ലക്നൗ ഘരാനയുടെ ഡാൻസർ ആണ്. ഇനി രാജ ചക്രധർ സിംഗ് രായ്ഗർ ഘരാന അല്ലെ. രാജ രായ്ഗർ ആ ഒരു റൈമിംഗ് പോലെ പഠിക്കുക കേട്ടോ. രാജ അതുപോലെ തന്നെ റൈഗർ ഘരാന. ഓക്കെ, അങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ രാജ ചക്രധർ സിംഗ് റൈഗർ ഘരാനയിലെ ഡാൻസർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കഥകിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ബിർജു മഹാരാജ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണന്റ് ഓഫ് ജയ്പൂർ ഘരാനയാണ്. അതുപോലെ തന്നെ 1964 സംഗീത് നാടക അക്കാദമി അവാർഡ് ബിർജു മഹാരാജ് ലഭിച്ചിട്ടുണ്ട്. 1986 പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ശംഭു മഹാരാജിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? എക്സ്പോണന്റ് ഓഫ് ദി ലക്നൗ ഘരാനയാണ് ശംഭു മഹാരാജ്. അതുപോലെ പത്മശ്രീ അവാർഡ് 1958 സംഗീത് നാടക അക്കാദമി അവാർഡ് 1967 കിട്ടിയിട്ടുണ്ട് അല്ലെ. ആൻഡ് ലച്ചു മഹാരാജാണ് ജയ്പൂർ ഘരാനയുടെ എക്സ്പോണന്റ്. അതുപോലെ 1957 സംഗീത് നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ആർക്ക്? ലച്ചു മഹാരാജിന്. ആൻഡ് ഡാൻസർ ഓഫ് ദി ബനാറസ് ഘരാനയാണ് ആര്? ജാനകി പ്രസാദ്. ഈശ്വരി പ്രസാദ് ലക്നൗ ഘരാനയാണ്. ഈശ്വരി പ്രസാദിനെ കൂടാതെ ലക്നൗ ഘരാനയുടെ എക്സ്പോണന്റ് ആണ് ശംഭു മഹാരാജ്. പിന്നെ രാജ ചക്രധർ സിംഗ് എന്ന് പറയുന്നത് റൈഗർ ഘരാനയുടെ ഡാൻസർ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഉത്തർപ്രദേശിലെ കഥക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന പോയിന്റ്സ്. ഓക്കെ, നമുക്ക് അടുത്ത ഡാൻസിക്ക് പോവാം കേട്ടോ. അടുത്ത ഡാൻസ് നോക്കി സത്രിയ. രണ്ടെണ്ണോടാണ്, ഒഡീസി സത്രിയ കേട്ടോ. അപ്പോ സത്രിയ എവിടുത്തെ ഡാൻസ് ആണ്? ആസാമിലെ ഡാൻസ് ആണ്. ഇത്ര നമ്മൾ നോർത്താണ് നോക്കിയത്. ഇതിപ്പോ എവിടെയാണ്? ഈസ്റ്റ് അല്ലേ, ആസാം ആ ഭാഗത്തല്ലേ. ആസാമിലെ ഡാൻസ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. സരോദി സൈക്കിയ, ഗുരു ജിതിൻ ഗോസ്വാമി, ഗുരു ഗാനഗന്ധ പോറ, മാനിക് ബാർബയാൻ, ബാബാനന്ദ ബാർബയാൻ, മോണിറാം ദത്ത, ഡോക്ടർ ഭൂപൻ ഹസാരിക. ഈ ഡോക്ടർ ഭൂപൻ ഹസാരിക റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് 2023 ഒരു ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. 24 വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഭൂപൻ ഹസാരിക. നമ്മൾ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഭൂപൻ ഹസാരിക ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇന്ദിര ബി ബോറ, അനിത ശർമ്മ, അന്വേഷ മഹന്ത, മല്ലിക കണ്ടാലി. ഓക്കെ, എത്രയാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡാൻസ് പെർഫോം ചെയ്യുന്നത്? ഓക്കെ, ഇനി സരോദി സൈക്കിയ എന്ന് പറയുന്നത് 2015 സംഗീത് നാടക അക്കാദമി അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ് സരോദി സൈക്കിയ. അതുപോലെ ഗുരു ജതിൻ ഗോസ്വാമി ചോദിക്കാറുണ്ട് കേട്ടോ. അതും നമ്മൾ പഠിക്കണം. ഓക്കെ, ഗുരു ജതിൻ ഗോസ്വാമി നോക്കി 2008 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൃത്ത ആചാര്യ സമ്മാൻ 1994 നൃത്ത ആചാര്യ സമ്മാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഗുരു ഗാനഗന്ധ ബോറയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ 2013 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2001 സംഗീത് നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗുരു ഗാനഗന്ധ ബോറയ്ക്ക്. ഡോക്ടർ ഭൂപൻ ഹസാരിക കൊണ്ട് എത്ര അവാർഡ് കിട്ടിയിരിക്കണം? വെറുതെ എല്ലാ ആളും ചോദിക്കുന്നത്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ആൾക്ക്. സത്യ റിലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ അവാർഡ്സും കിട്ടുന്നത്. അപ്പോൾ ഭാരത് രത്ന അല്ലെ 2019 ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പഠിക്കണം. പത്മവിഭൂഷൺ 2012, പത്മഭൂഷൺ 2001, പത്മശ്രീ 1977. കറക്റ്റ് ഓർഡർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതായത് അവാർഡിന്റെ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 1992, അതുപോലെ സംഗീത് നാടക അക്കാദമി അവാർഡ് 1987 അല്ലെ. എല്ലാം ലഭിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിലത്തെ എല്ലാ അവാർഡും കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ഭാരതരത്ന, പത്മഭൂഷൺ, പത്മശ്രീ എല്ലാ അവാർഡും ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഭൂപൻ ഹസാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്ദിര പി ബോറയ്ക്ക് പത്മശ്രീ 2022. അപ്പൊ അത് പഠിക്കണം കേട്ടോ. എന്തായാലും നമ്മൾ 2015 ശേഷമുള്ള ഒരുവിധം എല്ലാ അവാർഡും പഠിക്കണം. കാരണം നമുക്ക് ഫാക്ട്, സ്ട്രാറ്റജിക്കൽ ഫാക്ടിൽ ചോദിക്കുന്നുണ്ട്, കറണ്ട് അഫയറിന്റെ ഫാക്ടിൽ വേറെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും പഠിക്കണം കേട്ടോ. റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് മാത്രം പഠിച്ചു പോയത്. ഓക്കെ, അപ്പൊ ഡോക്ടർ ഭൂപൻ ഹസാരിക എന്താ പറഞ്ഞത്? ഭാരതരത്ന അവാർഡ് 2019 ലഭിച്ചു, പത്മവിഭൂഷൺ 2012 ലഭിച്ചു, പത്മഭൂഷൺ 2001, പത്മശ്രീ 1977, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 1992, സംഗീത് നാടക അക്കാദമി അവാർഡ് 1987.
ഓക്കെ. ഇനി ഇന്ദിര PP ബോറയ്ക്കോ പത്മശ്രീ 2022 പത്മശ്രീ 2022 ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി പറയാം. സരോദി സൈക്കിയ അല്ലെ സത്രിയ എവിടെയാണ്, ഏത് സ്റ്റേറ്റ് ആണ് സത്രിയ? ആസാമാണ്. സരോദി സൈക്കിയ, ഗുരു ജിതിൻ ഗോസ്വാമി, ഗുരു ഘാനഘണ്ഡ പോറ, മാനിക് ബാർഭയാൻ, ഭാബാനന്ദ ബാർഭയാൻ, അതുപോലെ തന്നെ മോണിറാം ദത്ത, ഡോക്ടർ ഭൂപൻ ഹസാരിക, ഇന്ദിര PP ബോറ, അനിത ശർമ്മ, അന്വേഷ മഹന്ത, മല്ലിക കണ്ടാനി. ഓക്കെ. ഈ ഭൂപൻ ഹസാരിക ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല കേട്ടോ, കാരണം എത്ര റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഭൂപൻ ഹസാരിക. ഓക്കെ, തെറ്റിക്കരുത്. പിന്നെ സരോദി സൈക്കിക്ക് എന്തൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്? സംഗീത നാടക അക്കാദമി അവിടെ 2015 ലഭിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇതാ കണ്ട. പിന്നെ ഗുരു ജിതിൻ ഗോസ്വാമിക്ക് 2008 പത്മശ്രീ കിട്ടി. അതുപോലെ നൃത്താചാര്യ സമ്മാൻ 1999 കിട്ടി അല്ലെ. പിന്നെ ഗുരു ഗാനഗന്ധ ബോറയ്ക്ക് പത്മശ്രീ 2013 കിട്ടി. സംഗീത നാടക അക്കാദമി 2001 കിട്ടി. ഇനി ഭൂപൻ ഹസാരികയ്ക്കോ 2019 ഭാരതരത്ന, 2012 പത്മഭൂഷൺ, 2001 പത്മശ്രീ 1977, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 1992, സംഗീത നാടക അക്കാദമി 1987. ഇനി ഇന്ദിര PP ബോറയ്ക്കോ പത്മശ്രീ 2022 അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് സത്രിയ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒഡീസിയാണേ, അതായത് ഒഡീഷ ലാസ്റ്റത്തെ ഡാൻസ് ആണ് കേട്ടോ. നമുക്ക് ഓവറോൾ കൂടെ ലാസ്റ്റ് നോക്കാം കേട്ടോ, എന്താണ് മൊത്തത്തിൽ ഒന്നും കൂടെ ഓവറോൾ കൂടെ നോക്കി വരാം. നമുക്ക് ഇതുകൂടെ നോക്കാം. അതായത് ഒഡീഷയുടെ ഡാൻസ് ആണ് ഒഡീസി. കേലുചരൺ മൊഹാപാത്ര, കേലുചരൺ മൊഹാപാത്ര ചോദിക്കാറുണ്ട്. സോനൽ മാൻസിംഗ്, കുങ്കും മുഹന്തി, സംയുക്ത പനികാർ, ഗുരു മയാദർ റോട്ട്, ലക്ഷ്മിപ്രിയ മൊഹാപാത്ര, ഗീത മഹാലിക്. ഇത്രയും പേര് ഒഡീഷ പെർഫോമേഴ്സ് ആണ്. ഓക്കെ, ഒഡീഷയിലെ ഒഡീസി പെർഫോമേഴ്സ് ആണ് കേലുചരൺ മൊഹാപാത്ര, സോനൽ മാൻസിംഗ്, കുങ്കും മൊഹന്തി, സംയുക്ത പനികാർ, ഗുരു മയാദർ റോത്ത്, ലക്ഷ്മിപ്രിയ മൊഹാപാത്ര, ഗീത മഹാലിക് എന്ന് പറയുന്നത് ഒഡീഷ പെർഫോമേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് കേലുചരൺ മൊഹാപാത്രയ്ക്കാണ് എന്ത് പത്മവിഭൂഷൺ 2000 ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ 1988 കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ 1974 ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കേലുചരൺ മൊഹാപാത്ര എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അതിൽ സോനൽ മാൻസിംഗും ചോദിച്ചിട്ടുണ്ട്. സോനൽ മാൻസിംഗ് 2003 പത്മഭൂഷൺ 1992, പിന്നെ സംഗീത നാടക അക്കാദമി 1987 3 അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അപ്പൊ പഠിക്കുക. പിന്നെ കുങ്കും മൊഹാന്തി പത്മശ്രീ 2005 ലഭിച്ചു. ഗുരു മയാദർ റോട്ട് പത്മശ്രീ 2010 പത്മശ്രീ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഗീത മഹാലിക്കിന് പത്മശ്രീ 2014 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒഡീഷയിലെ ഡാൻസേഴ്സ് ആരൊക്കെയാണ്? കേലുചരൺ മൊഹാപാത്ര, സോനൽ മാൻസിംഗ്, കുങ്കും മൊഹന്തി, സംയുക്ത പനികാർ, ഗുരു മയാദർ റോട്ട്, ലക്ഷ്മിപ്രിയ മൊഹാപാത്ര, ഗീത മഹാലിക്. കേലുചരൺ മൊഹാപാത്ര മൊഹാപാത്രയ്ക്കാണ് എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെ, അവാർഡ് കിട്ടിയിരിക്കുന്നത്. പത്മവിഭൂഷൺ 2000, അതുപോലെ തന്നെ പത്മഭൂഷൺ 1988, പത്മശ്രീ 1974. ഓക്കെ, ആൻഡ് സോനൽ മാൻസിംഗ് പത്മവിഭൂഷൺ 2003, പത്മഭൂഷൺ 1992, സംഗീത നാടക അക്കാദമി 1987. സോനൽ മാൻസിംഗ്. പിന്നെ കുങ്കും മൊഹന്തിക്കോ പത്മശ്രീ 2005, ഗുരു മയാദർ റോട്ടിന് പത്മശ്രീ അവാർഡ് 2010, ഗീത മഹാലിക്ക് പത്മശ്രീ 2014. ഓക്കെ, ഇത്രയാണ് ഒഡീസി ഡാൻസേഴ്സ് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഓടിച്ച് നോക്കിയിട്ട് വരാം കേട്ടോ. എന്തൊക്കെയായിരുന്നു? കഥകളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ നമുക്ക് പഠിക്കാനുള്ളത്? പേരുകളാണ് അല്ലെ. കലാമണ്ഡലം ഗോപി, കോട്ടക്കൽ ശിവരാമൻ, കാവുങ്ങൽ ചാത്തോണി പണിക്കർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കുഞ്ചുകുറുപ്പ്, ഗോപിനാഥ്, PV ബാലകൃഷ്ണൻ, മിലേല സാൽവനി. ഇത്രയും പേരാണ് കഥകളി പെർഫോം ചെയ്യുന്നത്. ആൻഡ് കഥകളി ഏത് സ്റ്റേറ്റ് ആണ്? കേരളയാണ്. കേരളയിലെ വേറൊരു ഡാൻസും കൂടെ ആണ് മോഹിനിയാട്ടം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് മണിപ്പൂരി അല്ലെ, മണിപ്പൂരാണ്. ഗുരു ഗോവിന്ദ് സിംഗ്, മൈസ്ന മമൂഗി സിംഗ്, രാജ്കുമാർ സിംഗ്, അജിത് സിംഗ്, സൗഗേജം തമിൽ സിംഗ്, ദിഗ്ബൈജം ബാബു സിംഗ്, ചാരു സീജ മാത്തൂർ അല്ലെ. അപ്പൊ സിംഗ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് ഇലാം ഇന്ദിരാദേവി അതും കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് കഥകാണ് നമ്മുടെ വേറൊരു ടോപ്പിക്കിലേക്കും കൂടെ കഥക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. കഥക് ഉത്തർപ്രദേശ്, ബിർജു മഹാരാജ്, പണ്ഡിറ്റ് രാജേന്ദ്ര കുമാർ ഗംഗാനി, സിദ്ധേന്ദ്ര യോഗി, ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്, ജാനകി പ്രസാദ്, ഈശ്വരി പ്രസാദും ശംഭു മഹാരാജ് കണക്ട് ചെയ്ത് വെക്കണേ. രണ്ടുപേരും എന്താണ് ലക്നൗ ഘരാനയുടെ ആളുകളാണ്. ആൻഡ് രാജ ചക്രാധർ സിംഗ് അല്ലെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബിർജു മഹാരാജ് ആണ്. അവരാണ് എന്താ കഥകിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസർ. ആൻഡ് എക്സ്പോണന്റ് ഓഫ് ജയ്പൂർ ഘരാന ഓൾസോ. ഓക്കെ, ആൻഡ് ശംഭു മഹാരാജ് ലക്നൗ ഘരാന, അതുപോലെ തന്നെ ഈശ്വരി പ്രസാദ് ലക്നൗ ഘരാനയാണ്. പിന്നെ ബനാറസ് ഘരാനയാണ് ജാനകി പ്രസാദ്, ജയ്പൂർ ഘരാനയാണ് ലച്ചു മഹാരാജ്. അതുപോലെ രായ്ഗർ ഘരാന ആരാണ്? രാജ ചക്രധർ സിംഗ് ആണ് കേട്ടോ. അത് രാജ രായ്ഗർ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ,
ആൻഡ് അടുത്തത് സ്ലൈഡിൽ പോവുകയാണെങ്കിൽ സത്രിയ ആസാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്ടർ ഭൂപൻ ഹസാരിക ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഗുരുജതിൻ ഗോസ്വാമി പഠിച്ചു വെക്കണം. അപ്പോൾ ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ അവാർഡ്സ് പഠിച്ചു വെക്കുക കേട്ടോ. ഭാരത് രത്ന കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എല്ലാ അവാർഡ്സും ഭൂപൻ ഹസാരിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് പഠിക്കുക. അതുപോലെ 2022 പത്മശ്രീ ആർക്കാണ്? ഇന്ദിര PP വോറ, അതും പഠിക്കുക. കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. കാരണം റീസെന്റ് 3 വർഷം മുമ്പേക്കല്ലേ, അത് 25 എഴുതുകയാണെങ്കിൽ 3 വർഷം മുമ്പേ ആണല്ലോ, എന്നാലും പഠിക്കണം. ഓക്കെ. ആൻഡ് ഒഡീസി ഒഡീഷ കേട്ടോ. ഒഡീസി ഏത് സ്റ്റേറ്റ് ആണ്? ഒഡീഷയിലാണ് അല്ലേ. ആൻഡ് കേളുചരൺ മൊഹാപാത്ര, സോനൽ മാൻസിംഗ്, കുങ്കും മൊഹന്തി, സംയുക്ത പനികാർ, ഗുരു മയദറത്ത്, ലക്ഷ്മിപ്രിയ മൊഹാപാത്ര, ഗീത മഹാലിക്. ഇതിൽ കേളുചരൺ മൊഹാപാത്രയും സോനൽ മാൻസിംഗും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതാണ് റെഡി കൊടുത്തേക്കുന്നത്. പത്മവിഭൂഷൺ 2000 കിട്ടിയിട്ടുണ്ട് കേളുചരൺ മൊഹാപാത്രയ്ക്ക്, പത്മഭൂഷൺ 1988 ലഭിച്ചിട്ടുണ്ട്, ആൻഡ് പത്മശ്രീ 1974. ഓക്കെ. അപ്പോൾ സോനൽ മാൻസിംഗിനോ? പത്മവിഭൂഷൺ 2003, പത്മഭൂഷൺ 1992, സംഗീത അക്കാദമിയോ 1987. അപ്പോൾ നമ്മൾ ഇതെല്ലാം വൃത്തിക്ക് പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഭരതനാട്യം സ്റ്റേറ്റ് പഠിക്കാം, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാം. മോഹിനിയാട്ടം സ്റ്റേറ്റ് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാം. കുച്ചിപ്പുടി സ്റ്റേറ്റ് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെയും പോയിന്റ്സും ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റും പോയിന്റ്സും പഠിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, മോക്ക് ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആരുടെങ്കിലും ചോദിച്ച് പറയാൻ പോയിന്റ്സ് ഉണ്ടല്ലോ കണ്ടുപിടിച്ചത്, അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒരുപാട് കിട്ടും, അങ്ങനെ ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് MTS മോക്ക് ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് കുറച്ച് കിട്ടും. പെയ്ഡ് അല്ല, ഫ്രീ ആയിട്ട് കിട്ടും. 20 ക്വസ്റ്റിന് 10 ക്വസ്റ്റിന് കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് മേ ബി എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, എത്ര നമ്മൾ പഠിച്ചാലും എക്സ്ട്രാ പോയിന്റ്സ് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തിട്ട് തന്നെ പഠിക്കുക. എന്നാലും നമുക്ക് എത്രത്തോളം പഠിക്കാമെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾ ഒരു ക്ലാസ്സിന് മാത്രം അല്ലെങ്കിൽ ഒരു ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നിങ്ങൾ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയറും ചെയ്ത് നോക്കുക. ടോപ്പിക്ക് പഠിച്ചു, എനിക്ക് എല്ലാം അറിയാൻ വേണ്ടിയിരിക്കരുത്. അപ്പം നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നാലാണ് നമുക്കിത് മനസ്സിൽ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. കമൻറ്റ് ചെയ്ത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ക്ലാസ്സസ് പുതിയ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് വൊക്കാബ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വൊക്കാബ്സ് ആണല്ലോ, ഗ്രാമർ നോക്കുന്നില്ല, വൊക്കാബുകൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കയും പിന്നെ സബ്ജക്ട്സും എടുക്കണമെന്നുണ്ട് കേട്ടോ. സ്ട്രാറ്റജിക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പക്ഷേ സബ്ജക്ട്സ് എടുക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പുതിയ ടോപ്പിക്കോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു.